ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. أحمدك ربي وأستعينك وأصلي وأسلم على خير خلقك سيدنا محمد وعلى آله وصحبه وسلم. أما بعد. ഏറെ സമാദരണീയരായ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും പ്രിയപ്പെട്ട സാരഥികളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമവും ഈ സംരംഭവും അവന്റെ അടുക്കൽ പൊരുത്തമുള്ള അംഗീകാരമുള്ള സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അസ്തിത്വം അവകാശം യുവനിര വീണ്ടെടുക്കുന്നു എന്ന ഏറെ പ്രസക്തമായ ഒരു പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് കേരളത്തിലുടനീളം നടക്കുന്ന ക്യാമ്പയിനുകളുടെ ഭാഗമായി കേരളത്തിലെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടന സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സമാദരണീയരായ അധ്യക്ഷർ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന യാത്രയുടെ ഭാഗമായാണ് ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ വളരെ ഗംഭീരമായ സൗകര്യങ്ങളോടുകൂടി ഇവിടുത്തെ SKSSF പ്രവർത്തകർ ഈ ഒരു വേദിക്ക് അവസരമൊരുക്കിയത്. ഏറെ കഠിനാധ്വാനം ചെയ്ത് ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപരവൽക്കരണത്തിന്റെയും അപരവിദ്വേഷത്തിന്റെയും ഒക്കെ പുതിയ കാഴ്ചകളാണ് നമ്മൾ പുതിയ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഇന്ത്യ എന്ന് പറയുന്ന മനോഹരമായ ഭൂപ്രദേശത്തിന്റെ സുന്ദരമായ നിർമ്മിതിയിൽ പങ്കാളികളായ ഒരു ജനവിഭാഗത്തെ രണ്ടാം കിട പൗരന്മാരായി കണ്ട് മാറ്റി നിർത്തുന്ന സങ്കടകരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയും നമ്മുടെ ജുഡീഷ്യറിയും നോക്കുകുത്തികളായി മാറുന്നു. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഈ ഒരു അവസരത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് രണ്ടാമതും നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് പുതിയ NDA ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വന്നതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ട് നിരാശരായി തങ്ങളൊക്കെ തങ്ങളുടെ ഏർപ്പാടുകളിൽ ഒതുങ്ങിക്കൂടി ജീവിതം അവസാനിപ്പിക്കേണ്ടവരാണ് എന്ന രീതിയിലേക്ക് ഉള്ള നിരാശയുടെ സംസാരങ്ങളാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് ആവശ്യമായ ആത്മവിശ്വാസം പകർന്നുകൊടുത്ത് 135 കോടി ജനങ്ങൾ വരുന്ന ഇന്ത്യ രാജ്യത്തിൽ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ശക്തിയായി മാറ്റി തീർക്കുന്നതിൽ നൂറ്റാണ്ടുകളുടെ കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണ് വൈദേശിക അധിനിവേശങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ തങ്ങളുടെ ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് എല്ലാം മാറ്റിവെച്ച് തങ്ങളുടെ പുരോഗതികൾക്കപ്പുറത്തേക്ക് രാജ്യത്തിന്റെ സംരക്ഷണം മാത്രമാണ് തങ്ങളുടെ മുഖ്യമായ അജണ്ട എന്ന് നമ്മെ പഠിപ്പിച്ച് നമ്മുടെ അസ്തിത്വത്തിന് വേണ്ടി ഇവിടെ നിലകൊണ്ട് ഈ മണ്ണിൽ വീണ് മരിച്ച് ഈ മണ്ണിൽ രക്തം ചിന്തി വീണ് അലിഞ്ഞു ചേർന്ന മുസ്ലിം സമുദായത്തിന്റെ പൂർവികരുടെ ചരിത്രങ്ങളോതി നമ്മളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടാൻ മാത്രം വളർന്നവർ ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയായിരുന്നു ആദ്യ സെഷനിൽ നിങ്ങൾ കേട്ട സംസാരത്തിലൂടെ. നമ്മളെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നവർ ആരും ഇവിടെയില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പങ്കാളിത്തത്തോടുകൂടി
മുസ്ലിങ്ങളുടെയും ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും നാനാജാതികളുടെയും പിന്തുണയോടുകൂടി അവരുടെ ഐക്യത്തോടുകൂടി നാനാത്വത്തിൽ ഏകത്വമെന്ന സമത്വ സുന്ദര മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പൂന്തോട്ടത്തിലെ വിവിധ പുഷ്പങ്ങളെപ്പോലെ സുന്ദര സുരഭില പുഷ്പങ്ങളായി നമ്മുടെ നാഗരികതകൾ ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായ അന്നു മുതൽ എന്നുവേണ്ട ഇന്ത്യ മഹാരാജ്യത്വ ബ്രിട്ടീഷുകാരുടെ രാജ് നടപ്പിലായ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ആളുകൾക്ക്, ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, ജാതിയുടെയും സമുദായത്തിന്റെയും പ്രാദേശികവാദങ്ങളുടെയും ഭാഷയുടെയും ഒക്കെ പേരിൽ അധികാരത്തിൽ പങ്കാളിത്തമില്ലാതെ പോയ, ജുഡീഷ്യറിയിൽ പങ്കാളിത്തമില്ലാതെ പോയ, പാർലമെന്റിൽ അംഗീകാരമില്ലാതെ പോയ ന്യൂനപക്ഷങ്ങളായ ജനവിഭാഗങ്ങൾക്കൊക്കെ അധികാര പങ്കാളിത്തം കൊടുക്കണമെന്ന ആശയം സ്വാതന്ത്ര്യ ഭാരതത്തിന്റെ മുമ്പ് തന്നെ 1909-ലും 10-ലും 35-ലുമൊക്കെ നമ്മുടെ രാജ്യത്ത് സജീവമായി നടക്കുകയുണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണവ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ അവർ അതിനുവേണ്ടി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ രാജ്യത്ത് ഒരുപാട് ജനവിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളും സാമുദായികമായി പിന്നോക്കം നിൽക്കുന്നവരും മുന്നോക്കം നിൽക്കുന്നവരും ഒക്കെ അധിവസിക്കുന്ന രാജ്യത്ത് ജനാധിപത്യത്തിന്റെ സങ്കല്പം പൂർണ്ണമാകണമെങ്കിൽ, ജനാധിപത്യ ഭരണവ്യവസ്ഥയുടെ നീതിയുടെ സങ്കല്പം ഇവിടെ പൂർണ്ണമാകണമെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമായി അധികാരത്തിൽ പങ്കാളിത്തം വേണം. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പങ്കാളിത്തം വേണം. ഇവിടെ ജുഡീഷ്യറിയിൽ പങ്കാളിത്തം വേണം. അതില്ലാതെ പോയതിന്റെ ഏറ്റവും നല്ല ഗതി, അതില്ലാതെ പോയതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചതിന്റെ ഉദാഹരണങ്ങൾ ഏറെ നമുക്ക് കാണാൻ കഴിയും. ശ്രീലങ്കയിൽ എന്തുകൊണ്ടാണ് അവിടുത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങളായ ആളുകൾ എന്തുകൊണ്ടാണ് അവിടെ തടയപ്പെട്ടത്? അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അധികാരത്തിൽ സ്വാധീനമില്ലാതെ പോയതുകൊണ്ടാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ജുഡീഷ്യറിയിൽ ആളില്ലാതെ പോയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി പൗരത്വം പോലും നിഷേധിക്കപ്പെട്ട് അഭയാർത്ഥികളായി മാറ്റി നിർത്തപ്പെട്ടത്? ആ നാടിന്റെ അധികാരത്തിൽ അവർക്ക് പങ്കാളിത്തമില്ലാതെ പോയി. ആ രാജ്യത്തിന്റെ ജുഡീഷ്യറിയിൽ അവർക്ക് പങ്കാളിത്തമില്ലാതെ പോയി. ഒരു വേള ഇന്ത്യയിൽ തന്നെ ഗുജറാത്ത് കലാപത്തിനെ തുടർന്നുകൊണ്ട് നടന്ന ചർച്ചയിൽ ഗുജറാത്തിലെ മുൻ DIG ആയിരുന്ന MP ശ്രീകുമാർ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഗുജറാത്ത് കലാപമുണ്ടായത്, അവിടുത്തെ മുസ്ലിങ്ങൾക്ക് തീരാ നഷ്ടമുണ്ടായത് ഗുജറാത്തിലെ ഭരണവ്യവസ്ഥിതിയുടെ ഭാഗമായി അവിടുത്തെ അധികാരത്തിൽ പങ്കാളിത്തമുള്ള മുസ്ലിമീങ്ങളില്ലാത്തത് കൊണ്ടാണ്. അവിടുത്തെ അധികാരത്തിന്റെ പങ്കാളിത്തമുള്ള ജുഡീഷ്യറി അംഗങ്ങളില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഏകപക്ഷീയമായ കലാപം ഇന്ത്യ രാജ്യത്ത്, മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടന ഇവിടെ നിലനിൽക്കുമ്പോഴും അവിടെ നടന്നുപോയത്. ജുഡീഷ്യറിയിലും അതുപോലെ തന്നെ അധികാരത്തിലും നമുക്ക് പങ്കാളിത്തമില്ലാത്തത് കൊണ്ടാണ്. ഭരണഘടന എന്ന് പറയുന്നത് നമുക്ക് തിയറിക്കലായി സംരക്ഷണം നൽകും. ഭരണഘടന ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, ഭരണവ്യവസ്ഥ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, പേജിൽ ഡെമോക്രാറ്റിക് കൺട്രിയാണെന്ന് എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാകുമ്പോൾ മാത്രമേ ജനാധിപത്യത്തിന്റെ നീതി വ്യവസ്ഥ പ്രായോഗികമായി നടപ്പിലാകൂ. ഗുജറാത്തിൽ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ബാബരി മസ്ജിദിന്റെ ധ്വംസനമുണ്ടായി. ആ ബാബരി മസ്ജിദിന്റെ തങ്കത്താഴികക്കുടങ്ങൾ തള്ളിത്താഴയിടുന്ന ആ നിമിഷങ്ങളിൽ അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ ഗവൺമെന്റ് അത് പൊളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ മൗനാനുവാദം നൽകിയെങ്കിലും അന്നത്തെ UP ഗവൺമെന്റും സമാനമായ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഒരു ഭാഗം നടത്തിയിരുന്നുവെങ്കിലും എന്തുകൊണ്ടാണ് തടുക്കാൻ കഴിയാതെ പോയത്? ആ കൂടി നിൽക്കുന്ന ബാബരി മസ്ജിദ് പൊളിക്കുമ്പോ അതിനു ചുറ്റും കാവൽ നിൽക്കുന്നുവെന്ന രീതിയിൽ അവിടെ ചുറ്റും കൂടി നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഈ പള്ളി പൊളിക്കപ്പെടാൻ പാടില്ല, ഈ പള്ളിയുടെ മിനാരങ്ങൾ തകർക്കപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വമാണ് തകർക്കപ്പെടുന്നത് എന്ന തോന്നൽ, ഉൾവിളിയുണ്ടാകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കൂട്ടത്തിൽ ഇല്ലാതെ പോയത് കൊണ്ടല്ലേ? അതുകൊണ്ടല്ല അവർക്ക് കാഞ്ചി വലിക്കാൻ കഴിയാതെ പോയത്. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ വർഗീയ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഇവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ, രാജ്യത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളും ക്ഷേമരാഷ്ട്രത്തിന്റെ സങ്കല്പങ്ങളും ഒക്കെ നഷ്ടപ്പെടുമെന്ന് എന്നൊക്കെ നമ്മൾ ഭയപ്പെട്ടോ, ആ ഭയപ്പെട്ട കാലങ്ങളിലൊക്കെയും ഈ രാജ്യത്ത്
ന്യൂനപക്ഷങ്ങളാകുന്ന ആളുകൾ, ഇവിടത്തെ പിന്നോക്ക സമുദായക്കാരായ ആളുകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ്, സാമുദായികമായി തങ്ങൾ ഒറ്റപ്പെടുന്നു എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ സാമ്പത്തിക സംവരണത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക സംവരണം നടപ്പിലാക്കി നമ്മുടെ രാജ്യത്തെ ജനവിഭാഗങ്ങളെ മുഴുവനും നമ്മുടെ അഭിവന്ദ്യരായ യാത്രാ നായകന്മാർ, സംസ്ഥാന SKSSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നായകന്മാർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമുദായത്തിനുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാമത്തെ വെല്ലുവിളി അധികാര പങ്കാളിത്തമില്ലാത്തത് കൊണ്ട്, ജുഡീഷ്യറിയിൽ നമുക്ക് ആധിപത്യമില്ലാത്തത് കൊണ്ട് നേരിടുന്ന വെല്ലുവിളികളാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സാമ്പത്തിക സംവരണത്തിലൂടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി ബോധവാന്മാരാകണം. സംവരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഭാഗമായി ഇവിടെ എഴുതി വെച്ചത്. സംവരണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നമുക്ക് നൽകുന്ന ഒരു ആനുകൂല്യമല്ല, അതൊരു ഔദാര്യമല്ല. ജനാധിപത്യ സങ്കല്പം പൂർണ്ണമായി നടപ്പിലാകണമെങ്കിൽ ഇവിടെ സംവരണം വേണമെന്ന കാഴ്ചപ്പാട്, അത് അധികാരത്തിലുള്ള പങ്കാളിത്തമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് സാമ്പത്തിക സംവരണത്തെ നമ്മൾ എതിർക്കുന്നത്? സംവരണത്തിന്റെ മാനദണ്ഡം തന്നെ ജനങ്ങൾക്ക് അധികാര പങ്കാളിത്തം കൊടുക്കലാണ്. ഇന്ത്യ രാജ്യത്ത് വിവിധ ന്യൂനപക്ഷങ്ങൾ ഉണ്ടാകുമ്പോ ആ ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവനും അധികാരത്തിലും ജുഡീഷ്യറിയിലും പാർലമെന്റിലുമൊക്കെ അധികാര പങ്കാളിത്തം എന്ന് മുതലാണോ നൽകപ്പെടുന്നത്, അന്ന് മുതൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ അധികാര വ്യവസ്ഥ, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം ഇവിടെ പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇന്ന് നിലവിൽ പുതിയ സാമ്പത്തിക സംവരണത്തിന്റെ പുതിയ ഉത്തരവ് എത്ര പെട്ടെന്നാണ് നരേന്ദ്രമോദി നടപ്പിലാക്കിയത്. ആ നടപ്പിലായ ഉത്തരവിനെതിരെ പ്രതികരിക്കാൻ പോലും നമ്മുടെ രാജ്യത്ത് ആളില്ലാതെ പോകുന്നു. ഒരു കാലത്ത് 1980കളിൽ നമ്മുടെ രാജ്യത്ത് പിന്നോക്ക സമുദായത്തിന് സംവരണം വേണമെന്ന അവകാശം ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ മണ്ഡൽ കമ്മീഷൻ നിയോഗിക്കപ്പെടുന്നു. മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു. മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു, ജഡ്ജ്മെന്റ്. എന്താ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്? സാമുദായികമായും ജാതീയമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് തുല്യമായ പ്രാതിനിധ്യവും പങ്കാളിത്തവും അധികാരത്തിൽ കൊടുത്ത് ഓരോ 10 വർഷവും നിരന്തരമായി നമ്മുടെ സംവരണത്തിന്റെ ലിസ്റ്റ് പുനർപരിശോധിക്കണം. റിസർവേഷൻ
1992 നവംബർ മാസത്തിലാണ് വളരെ പ്രമാദമായി ഇന്ദിരാ സാനി VS ഭാരത സർക്കാർ കേസിനെ തുടർന്നുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു മണ്ഡൽ കമ്മീഷൻ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. എന്താണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗങ്ങളിൽ 50% ജനവിഭാഗങ്ങൾ പിന്നോക്ക സമുദായക്കാരാണ്. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ അരികുവൽക്കരിക്കപ്പെട്ട് സാമുദായികമായി പിന്നോക്കം പോയ ആളുകളാണ് 50% ആളുകൾ. അതുകൊണ്ട് ആ 50% ആളുകൾക്ക് 50%-ത്തിലധികം വരുന്ന ആളുകൾക്കും സംവരണം കൊടുക്കണം. ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് 100 സീറ്റ്, സർക്കാർ ഉദ്യോഗത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ മേഖലയിലേക്കും ഒരു 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ പരമാവധി 50 സീറ്റ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സാമുദായികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കണം. 50%-ത്തോളം ആളുകളും പിന്നോക്ക സമുദായക്കാരാണ്. പക്ഷേ അതില് 22% ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞു പരമാവധി 50% മാത്രമേ സംവരണം കൊടുക്കാൻ പാടുള്ളൂ. പരമാവധി 50% മാത്രമേ സംവരണം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ മണ്ഡൽ കമ്മീഷൻ ശുപാർശ ചെയ്തത് ബാക്കി വരുന്ന 27% ഈ രാജ്യത്തെ പിന്നോക്ക സമുദായത്തിന് വേണ്ടി OBCക്ക് വേണ്ടി സംവരണ സീറ്റായിട്ട് മാറ്റിവെക്കണമെന്നാണ്. ആ മണ്ഡൽ കമ്മീഷനെ മുൻനിർത്തിയിട്ട് സുപ്രീം കോടതി അന്ന് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഓരോ 10 വർഷം കൂടുമ്പോഴും സംവരണത്തിന്റെ ലിസ്റ്റ് പരിശോധിക്കണം. കഴിഞ്ഞ 10 വർഷം എത്ര പിന്നോക്കക്കാരന് തൊഴിൽ കിട്ടി, എത്ര പിന്നോക്കക്കാരന് ഉദ്യോഗം കിട്ടി, എത്ര പിന്നോക്കക്കാരന് വിദ്യാഭ്യാസത്തിൽ സംവരണത്തിന്റെ ഭാഗമായി മുന്നോട്ടം കിട്ടി എന്ന് പരിശോധിക്കണം. അങ്ങനെ കിട്ടിയ ആളുകളെ മാറ്റി നിർത്തി പതിയെ സംവരണം ഇല്ലാതെയാക്കി ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗം ആളുകളെയും അധികാരത്തിലും ജുഡീഷ്യറിയിലും തുല്യ പങ്കാളിത്തം ഉണ്ടാകുന്ന, വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും തുല്യ പങ്കാളിത്തം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. അതാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പിന്നീട് വന്ന ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ്, രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല. പിന്നീട് VP സിംഗിന്റെ കാലത്ത് ആ ഗവൺമെന്റ് VP സിംഗ് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നപ്പോ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോ അന്ന് ഇന്ത്യയിൽ നടന്ന കോലാഹലങ്ങൾ എന്തൊക്കെയാണ്? ആർക്കും പരാതിയില്ല. OBCക്കാർക്ക്, ഇവിടുത്തെ പിന്നോക്ക സമുദായക്കാരായ ആളുകൾക്ക് 27% സംവരണ സീറ്റുകൾ മാറ്റിവെക്കണമെന്ന് മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് ഞാനിതാ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് VP സിംഗ് പറഞ്ഞപ്പോ അന്ന് VP സിംഗിന്റെ കൂടെ ഉണ്ടായിരുന്ന BJP അടക്കം പാലം വലിച്ചു. BJP പിന്തുണ പിൻവലിച്ചിട്ടും VP സിംഗ് നടത്തിയ പ്രസ്താവന അധികാരം പോയാലും VP സിംഗ് അന്നത്തെ രാജ്യത്തിന്റെ അധികാരി VP സിംഗ് അന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ആഹ്വാനം കൊടുക്കുകയുണ്ടായി. അതിന്റെ പേരിൽ ഇന്ത്യയിലെ തെരുവുകൾ ആളിക്കത്തി. ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥി ശരീരത്തിലേക്ക് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. രാജ്യം മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ആ കഥകളൊക്കെ നമ്മുടെ നാട് മറന്നു. 28 കൊല്ലങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി പറഞ്ഞു 10 കൊല്ലം കൂടുമ്പോൾ OBCക്ക് സംവരണം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, ലിസ്റ്റുകൾ പുനഃപരിശോധിക്കണം, പുനഃപ്രസിദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞത് 28 കൊല്ലമായിട്ടും ഇന്ന് വരെ പുനഃപരിശോധിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആ സംവരണത്തിന്റെ തത്വത്തെ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന താല്പര്യത്തെ മണ്ഡൽ കമ്മീഷൻ മണ്ഡൽ റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ തന്നെ, മുഖവുരയിൽ തന്നെ രേഖപ്പെടുത്തിയത് തുല്യമായ അവകാശങ്ങൾ ജനങ്ങൾക്ക് വകവെച്ചു കൊടുക്കാതെ നാട്ടിൽ തുല്യത ഉണ്ടാകില്ല എന്നാണ്. ആ തത്വത്തെ കാറ്റിൽ പറത്തി സാമ്പത്തികമാണ് സംവരണത്തിന്റെ മാനദണ്ഡം എന്ന നിലയിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ വേണ്ടി പുതിയ ഗവൺമെന്റ് ഉത്തരവിടുന്നു. പെടുന്നതിനെ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ കൊണ്ട് നടക്കുന്നു. നമ്മുടെ കേരള ഗവൺമെന്റും അതിന് ചുവട് പിടിക്കുന്നു. എന്തെങ്കിലും സമരങ്ങൾ ഉണ്ടായോ? ഇവിടെ എന്തെങ്കിലും സമരങ്ങൾ ഉണ്ടായോ? അന്ന് VP സിംഗ് നടപ്പിലാക്കിയത് ഭരണഘടനയുടെ അധികാര സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ, സമുദായത്തിന്റെ വിവിധ സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ പുതിയ സാമ്പത്തിക സംവരണത്തിന്റെ ബില്ല് നടപ്പിലാക്കുന്നത് ഒരിക്കലും രാജ്യത്തിന്റെ ഭരണഘടനാപരമായ നിലനിൽപ്പിന് അനുകൂലമായ പ്രതികരണമല്ല, മറിച്ച് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു പൊളിറ്റിക്കലായ താല്പര്യത്തിന് വേണ്ടി, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രമുള്ള ഇടപെടലാണിത്. നിങ്ങൾ നോക്കൂ, പരമാവധി 50% മാത്രമേ സംവരണം കൊടുക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ്. ഇവിടെ സാമ്പത്തിക സംവരണം പറയുന്നത് എന്താണ്? 10% വരെ ഇവിടുത്തെ മുന്നോക്കക്കാരിൽ നിന്നുള്ള പിന്നോക്കക്കാർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% വരെ കൊടുക്കാമെന്നാണ്. അങ്ങനെ വരും 60% വരും സംവരണം.
അത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനെതിരാണ്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. ഇനി സുപ്രീം കോടതി നടപ്പിലാക്കിയില്ലെങ്കിലും ഇത് ഭരണഘടനയുടെ അവകാശത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ പോലും അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ ഈ മുന്നോക്ക വിഭാഗക്കാരായ ആളുകളെ ഈ ഒരു പച്ചരകാട്ടി സാമ്പത്തിക സംവരണത്തിന്റെ പച്ചരകാട്ടി സ്വീകരിക്കുവാനുള്ള അടവ് നയം മാത്രമായിരുന്നു ഇത് എന്ന് രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന്റെ അപകടം എന്താണ്? 27% ഇവിടുത്തെ പിന്നോക്കക്കാരായ 50% ഇന്ത്യൻ ജനസംഖ്യയിൽ OBC എന്നാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. ആ 50% വരുന്ന ആളുകൾക്ക് വേണ്ടി വെറും 27% മാറ്റിവെച്ചത്. അതിൽ തന്നെ എത്ര സമുദായങ്ങളുണ്ട്? OBC എന്ന് പറയുന്ന കാറ്റഗറി മുസ്ലിമീങ്ങളുണ്ട്, ഈഴവരുണ്ട്, ലാറ്റിൻ കത്തോലിക്കരുണ്ട്, നാടാറുണ്ട്, വിവിധ വിഭാഗങ്ങളുണ്ട്. അതിൽ നിന്നും വളരെ കുറഞ്ഞ അളവ് മാത്രമാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് ലഭിക്കുക. എന്നാൽ ഈ മൊത്തം സംവരണ സീറ്റിൽ നിന്നാണ് 10% വരെ എടുത്തിട്ട് ഈ മുന്നോക്കക്കാരായ ആളുകൾക്ക് കൊടുക്കുന്നത്, മുന്നോക്കക്കാരിൽ നിന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. ഇതുകൊണ്ട് വരുന്ന അപകടം എത്രയാണ്? നമ്മുടെ കേരളത്തിലെ കണക്കുകൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. കേരളത്തിൽ നമ്മുടെ രാജ്യം 2 മേഖലയിലാണ് തൊഴിൽ രംഗത്തും സംവരണമുണ്ട്, വിദ്യാഭ്യാസ രംഗത്തും സംവരണമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് സംവരണ ലിസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നഷ്ടമായിട്ടുള്ള കണക്കുകൾ എത്രയാണെന്നറിയുമോ? വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് മെഡിക്കൽ PGയുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. മെഡിക്കൽ PG അനുസരിച്ച് നമ്മുടെ കേരളത്തിൽ 27% മുസ്ലിമീങ്ങളാണുള്ളത്. 27% മുസ്ലിമീങ്ങളുള്ളിടത്ത് അവിടെ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്നത് 9 സീറ്റാണ്. 27% മുസ്ലിങ്ങൾക്ക് 9 സീറ്റ് ലഭിക്കുന്നു. ഇവിടെ 23% ഈഴവർക്ക് 13 സീറ്റ് ലഭിക്കുന്നു. എന്നാൽ കേവലം ജനസംഖ്യയുടെ 3% മാത്രം വരുന്ന ഈ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് ലഭിക്കുന്നത് 30 സീറ്റുകളാണ്. 30 സീറ്റുകളാണ് ലഭിക്കുന്നത്. എത്ര കണക്കുകളുണ്ട് അങ്ങനെ? MBBS സീറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ ഈഴവർക്ക് 90 സീറ്റ് ലഭിക്കുന്നു. 23% ഈഴവർക്ക് 90 സീറ്റ് ലഭിക്കുന്നു. 27% മുസ്ലിമീങ്ങൾക്ക് 84 സീറ്റ് ലഭിക്കുന്നു. എന്നാൽ വെറും 3% ഈ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് ലഭിക്കുന്നത് 130 സീറ്റുകളാണ്. അവർ സീറ്റ് വാങ്ങുന്നത് നമുക്ക് വിരോധമുണ്ടായിട്ടല്ല. പക്ഷെ നമ്മളുടെ ഒരു 10% സംവരണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ നഷ്ടം വരുന്നത് ആർക്കാണ്? നമുക്കാണ്. അതിന്റെ കണക്കുകൾ വളരെ കൃത്യമാണ്. നിങ്ങൾ നോക്കൂ, LLBയുടെ റാങ്ക് ലിസ്റ്റ് വന്നു. LLBയുടെ ത്രിവത്സര LLBയുടെ റാങ്ക് ലിസ്റ്റ് വന്നു. ആ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ പട്ടികവർഗക്കാരന്റെ റാങ്ക് 1438 ആണ്. എന്നാൽ അതിൽ അവസാനത്തെ മുന്നോക്കക്കാരന്റെ റാങ്ക് എത്രയാണെന്ന് അറിയുമോ? 2850. 2850 റാങ്കുള്ള മുന്നോക്കക്കാരന് LLBക്ക് സീറ്റ് ലഭിക്കുമ്പോ അതേ സ്ഥലത്ത് 648 റാങ്ക് വാങ്ങിയ മുസ്ലിമും 592 റാങ്ക് വാങ്ങിയ ഈഴവനും 950 റാങ്ക് വാങ്ങിയ ലാറ്റിൻ കത്തോലിക്കനും പുറത്താണ്. അവിടെയാണ് 2850 റാങ്ക് വാങ്ങിയ മുന്നോക്കക്കാരൻ അകത്ത് കയറുന്നത്. ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടാകുന്നു ഇവിടെ അധികാരത്തിൽ. തൊഴിൽ രംഗത്തും ഉണ്ടാകുന്നു. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ മെഡിക്കൽ സീറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇവിടുത്തെ തൊഴിൽ മേഖലയിലും അധികാര മേഖലയിലും ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമുദായത്തിന് മാത്രം മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടാകും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകില്ലേ? ജനാധിപത്യ സ്വപ്നങ്ങളെ കട്ടിമറിക്കപ്പെടില്ലേ? അധികാരത്തിലുള്ള പങ്കാളിത്തം നഷ്ടപ്പെടില്ലേ? ജനങ്ങൾക്ക് സന്തുലിതമായ ഒരു സംവിധാനം ഇവിടെ നഷ്ടപ്പെടുന്നതല്ലേ? ഇങ്ങനെ ഓരോ കണക്കുകളും എടുത്തു നോക്കൂ. 5 വർഷത്തെ LLB കോഴ്സിൽ ഈഴവന്റെ അവസാനത്തെ റാങ്ക് 523 ആണ്. 523 റാങ്ക് കിട്ടി ഈഴവന് സീറ്റുണ്ട്. മുസ്ലിം 555 റാങ്ക് കിട്ടിയ മുസ്ലിമിനാണ് സീറ്റുള്ളത്. പട്ടികജാതിക്കാരനോ 2645 റാങ്ക് കിട്ടിയ പട്ടികജാതിക്കാരനും സീറ്റുണ്ട്. എന്നാൽ മുന്നോക്കക്കാരായ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിലെ ആളുകൾക്കോ 4798 റാങ്കുള്ള മുന്നോക്കക്കാരനാണ്. ബാക്കിയുള്ള റാങ്കുകാരെയൊക്കെ മാറ്റി നിർത്തി അവർ LLBയുടെ 5 വത്സര കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നത്. ഇതുകൊണ്ട് എന്തൊരു വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്? ഓരോ കണക്കുകളും ഇങ്ങനെയാണ്. പോളിടെക്നിക്കിൽ 307 റാങ്കുള്ള പിന്നെ OBC-കാരൻ പുറത്താണ്. 307 റാങ്കുള്ള OBC-കാരൻ പുറത്താകുമ്പോ 7989 റാങ്കുള്ള മുന്നോക്കക്കാരനാണ് അകത്തു പോകുന്നത്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് സീറ്റ് നഷ്ടപ്പെടുന്നില്ല ഇവിടെ ഇതിന്റെ പേരിൽ മാത്രം. ഇനി ഉദ്യോഗ പങ്കാളിത്തത്തിൽ നോക്കൂ നിങ്ങൾ.
ഇനി ഇത് തൊഴിൽ മേഖലയിലാണെങ്കിൽ ഉദ്യോഗ രംഗത്ത് ഹയർ സെക്കൻഡറി സെക്ഷനിൽ എത്രമാത്രം പങ്കാളിത്തമാണ് നമുക്കുള്ളത്? ഹയർ സെക്കൻഡറി സെക്ഷനിൽ ഇനി ഇവിടെ സീറ്റുകൾ റിമാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്ര ഒഴിവുകളുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സെക്ഷനിൽ മുസ്ലിങ്ങൾ ഈഴവർക്ക് വേണ്ടി മാറ്റിവെച്ചത് 13,000 സീറ്റുകളാണ്. 23% വരുന്ന ഈഴവർക്ക് വേണ്ടി 13,000 സീറ്റുകൾ മാറ്റിവെക്കുന്നു. എന്നാലോ ഇവിടെ 27% വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി 11,313 സീറ്റുകൾ മാറ്റിവെക്കുന്നു. ഇവിടെ കേവലം ജനസംഖ്യയുടെ 2.5%, 3% മാത്രം വരുന്ന ഇവിടുത്തെ മുന്നോക്കക്കാരന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നത് 16,711 സീറ്റുകളാണ് ഹയർ സെക്കൻഡറി സെക്ഷനിൽ മാറ്റിവെക്കപ്പെടുന്നത്. ഒരു സമുദായം മാത്രം മൃഗീയമായി തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആധിപത്യം നൽകുക. ഇതാണെങ്കിലോ ഹയർ സെക്കൻഡറി മേഖലയിൽ മുന്നോക്കക്കാരന് വേണ്ടി 16,711 സീറ്റ് മാറ്റിവെക്കുമ്പോ അത് ഈ പ്രഖ്യാപിക്കപ്പെട്ട സംവരണത്തിന്റെ 10%-ന്റെയും മുകളിലാണ് എന്നതാണ് കണക്ക് പറയുന്നത്. ആർക്കും പരാതിയില്ല, ആർക്കും ഒന്നും പറയാനില്ല. ഇതിനെപ്പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ? മലബാർ മേഖലയിൽ ഈ +2 സീറ്റിൽ 6 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ +1 സീറ്റില്ലാതെ പുറത്താണ്. 6 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. അവിടെയാണ് അനാവശ്യമായി സംവരണത്തിന്റെ പേരിൽ ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മളെ വർഗീയവാദികളാക്കും, നമ്മൾ പറഞ്ഞാൽ സാമുദായിക ധ്രുവീകരണത്തിന്റെ ആളുകളാക്കും. അതിന്റെ പേരിൽ ഇവിടുത്തെ ഈ കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടുകൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് 80%, ക്രിസ്ത്യരായ ആളുകൾക്ക് 20% ഇവിടെ സംവരണം കൊടുക്കുന്നു, മുസ്ലിങ്ങളാണൊക്കെ തട്ടിപ്പറിച്ചെടുക്കുന്നത് എന്ന പ്രചരണം ഉണ്ടായി. എന്താ വസ്തുത? 2006 രജീന്ദ്ര സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, തൊഴിൽപരമായ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി റിപ്പോർട്ട് കൊടുത്തപ്പോ ആ റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് മറ്റൊരു കമ്മീഷനെ നിയോഗിക്കുന്നു, പാലോളി കമ്മീഷനെ. ആ പാലോളി കമ്മീഷൻ രജീന്ദ്ര സച്ചാർ കമ്മീഷൻ മുൻനിർത്തിയിട്ട് പറഞ്ഞത്, സച്ചാർ കമ്മീഷൻ അനുസരിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്താൽ അത് സാമുദായിക സന്തുലിതാവസ്ഥ ഉണ്ടാകില്ല, അതുകൊണ്ട് സാമുദായിക സന്തുലിതാവസ്ഥ വേണമെന്ന് പറഞ്ഞ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെ പോലും, ആ ആനുകൂല്യങ്ങളെ പോലും വെട്ടിമുറിച്ചിട്ട് അതിൽ നിന്നെടുത്ത് 20% മറ്റു സമുദായങ്ങൾക്ക് കൊടുക്കുകയാണ്. ആർക്കും ഒരു പരാതിയില്ല, നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. സർക്കാർ ജോലികൾ നിങ്ങളെടുത്ത് നോക്കൂ. 2006 ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ മുസ്ലിങ്ങൾ 27% മുസ്ലിങ്ങൾക്ക് കേവലം 11.4% മാത്രമാണ് സർക്കാർ സർവീസിൽ പ്രാതിനിധ്യമുള്ളത്. എന്ന് പറഞ്ഞാൽ 136% കുറവാണ്. 136% കുറവാണ് നമുക്ക്. ആ കുറവ് പരിഹരിക്കാനാണ് നമ്മൾ പറയുന്നത്. അത് പറയുമ്പോൾ നമ്മളെ പിടിച്ച് വർഗീയവാദികളാക്കുന്നു. അതാണെങ്കിലോ ആ സർക്കാർ സർവീസുകളാണ് അധികവും താഴ്ന്ന തസ്തികയിലാണുള്ളത്. താഴ്ന്ന തസ്തികയിൽ മാത്രം അത് 11.4% മാത്രം. എന്നാൽ ഇവിടെയാണെങ്കിലും മുന്നോക്കക്കാരനാണെങ്കിലോ അവൻ കേവലം 1.3% കണക്കുണ്ടാകുമ്പോ അവർക്ക് 3% ഇവിടെ തൊഴിലുണ്ട്. സർക്കാർ മേഖലയിൽ 3% തൊഴിൽ എന്ന് പറഞ്ഞാൽ അവരുടെ അംഗബലത്തിനേക്കാളും കൂടുതൽ അവർക്ക് തൊഴിൽ സാധ്യതയുണ്ട്. നായർ വിഭാഗം ഇവിടെ 12% ആ 12% നായർ വിഭാഗത്തിന് ഇവിടെ 21% തൊഴിൽ മേഖലയിൽ ഇവിടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് അർഹതപ്പെട്ടതിനേക്കാളും കൂടുതൽ മൊത്തം നായർ ജനസംഖ്യയുടെ 40% അധികമാണ് അവർക്ക് ഇവിടെ പങ്കാളിത്തം ഉണ്ടാകുന്നത്. ഇത് ഇവരുടെ ഒന്നും വെട്ടിക്കുറക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. നമുക്ക് അവകാശപ്പെട്ടത് അർഹതപ്പെട്ട സീറ്റുകളും അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും. ആനുകൂല്യമല്ല, ഇത് അവകാശമാണ്. സംവരണം എന്ന് പറഞ്ഞാൽ അത് ആനുകൂല്യമല്ല, ഭരണഘടനാ സ്വത്വം നിലനിൽക്കുവാനുള്ള അവകാശമാണത്. എന്താണ് ഇതിന്റെ പിന്നെ നടക്കുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങൾ എന്തൊക്കെയാണ്? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ നിലവിൽ വന്ന സാമ്പത്തിക സംവരണത്തിൽ ആരാണ് ഈ മുന്നോക്കക്കാരൻ? മുന്നോക്കക്കാരനിലെ പിന്നോക്കക്കാരൻ എന്ന് പറയുന്നവന്റെ മാനദണ്ഡം എന്താണെന്നറിയോ? സ്ഥലം എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്രാമപ്രദേശമാണെങ്കിൽ 2.5 ഏക്കർ സ്ഥലം, അതിനേക്കാൾ കുറവുള്ള ആളുകളൊക്കെ പിന്നോക്കം. നഗര മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 75 സെന്റിന് താഴെയുള്ളവരൊക്കെ പിന്നോക്കം. കോർപ്പറേഷനിലാണെങ്കിൽ 50 സെന്റിന് താഴെയുള്ളവരൊക്കെ പിന്നോക്കം. ഇനി വീടും അതിന്റെ പ്ലോട്ടും എടുത്ത് അളവ് നോക്കുകയാണെങ്കിൽ വീടിന്റെ പ്ലോട്ടിന്റെ വിസ്തീർണത്തിൽ 20 സെന്റ്, മുനിസിപ്പാലിറ്റിയിൽ 20 സെന്റിന് താഴെയുള്ളവരൊക്കെ പിന്നോക്കം.
20 സെന്റ് താഴെ, കോർപ്പറേഷനിലാണെങ്കിലും 15 സെന്റിന് താഴെയുള്ളവർക്ക് പിന്നോക്കം. ഇങ്ങനെ ഭൂസ്വത്തുള്ള ആളുകളൊക്കെ എങ്ങനെ പിന്നോക്കക്കാരാകും? മറുപടിയില്ല. അവർക്കാണ് വക വെച്ചു കൊടുക്കുന്നത്. ഇത് എപ്പോഴാണെന്നറിയോ? 2001 നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ സാമുദായികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ തൊഴിൽ രംഗത്തെ ബാക്ക്ലോഗ് പരിഹരിക്കുവാനുള്ള നിർദ്ദേശമുണ്ടായി. ആ നിർദ്ദേശം 19 കൊല്ലമായിട്ട് ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അശാസ്ത്രീയമായി ഒരു സംവിധാനം ഉണ്ടാവുന്നത്. ഇനി ഏറ്റവും ചുരുങ്ങിയത് മണ്ഡൽ കമ്മീഷന് 27% സംവരണം കൊടുക്കണമെന്ന് പറയുന്നത് റിപ്പോർട്ട് തയ്യാറാക്കി 50%-ഓളം ആളുകൾ ഇന്ത്യൻ ജനസംഖ്യയിൽ OBC-കാരാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ്. അങ്ങനെ ഒരു കണക്കും പറയാതെ, ഒരു കണക്കെടുപ്പ് നടക്കാതെ, യാതൊരു തരത്തിലുള്ള കണക്കെടുപ്പുകളോ പരിശോധനകളോ നടക്കാതെ നേരിട്ടങ്ങ് പ്രഖ്യാപിക്കുകയാണ് 10% വരെ എന്ന്. ഒരു കണക്കും അറിയില്ല, ഒരു കണക്കും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ സച്ചാർ കമ്മീഷൻ വന്നിട്ടും മണ്ഡല കമ്മീഷൻ വന്നിട്ടൊക്കെ പരിശോധന നടത്തിയിട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് OBC-ക്ക് ഈ ആനുകൂല്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നത്. എന്നാൽ മുന്നോക്കക്കാർക്ക് വേണ്ടിയോ അങ്ങനെ ഒരു സ്റ്റഡി നടന്നിട്ടില്ല, കണക്കുകൾ പോലും പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ നിങ്ങൾ നോക്കും, നമ്മുടെ നാട്ടിൽ ഗവൺമെന്റിന് കീഴിൽ ഒരുപാട് കമ്മീഷനുകൾ കാണാൻ കഴിയും, വിവിധ സമുദായ കമ്മീഷനുകൾ. ഓരോ സമുദായത്തിനും വിവിധ സമുദായ കമ്മീഷനുകൾ, ന്യൂനപക്ഷ കമ്മീഷനുകളൊക്കെ ഉണ്ടല്ലോ. അതിൽ മുന്നോക്ക സമുദായത്തിന്റെ കമ്മീഷന് മാത്രം ക്യാബിനറ്റ് പദവിയാണ് കേരളത്തിൽ കൊടുക്കുന്നത്. മറ്റുള്ള സമുദായങ്ങളുടെ കമ്മീഷനുകൾക്കൊന്നും, മറ്റുള്ള ഒരു പിന്നോക്ക കമ്മീഷനും ഈ ക്യാബിനറ്റ് പദവി കൊടുത്തിട്ടില്ല. ഇതൊന്നും ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് അവകാശപ്പെടുന്ന നമ്മുടെ അവകാശങ്ങളെ നേടിയെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെയും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെയും ഈ കാര്യം ബോധ്യപ്പെടുത്തണം. അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നമ്മുടെ മദ്രസകളിലൂടെ, നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ, നമ്മുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ മതപരമായ ഒരു സമുദായത്തിന്റെ നേതൃത്വത്തിൽ കീഴിൽ മതപരമായി ഒരു സമുദായത്തിന് കൃത്യമായ ഗൈഡ് ലൈൻ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം മറ്റാർക്കുമില്ല, നമുക്കാ ഉള്ളത്. നമ്മൾ ഇത് പറഞ്ഞതിന്റെ പേരിൽ നമുക്കിടയിൽ തന്നെ ഒരു അപകർഷതാ ബോധം ഉണ്ടായിട്ടുണ്ട്. സംവരണീയരായ ആളുകൾ ഈ VP സിംഗിന്റെ കാലത്ത് ഈ കമ്മീഷൻ നടപ്പിലാക്കാൻ വേണ്ടി വിശ്വാസ വോട്ടെടുപ്പ് നടത്തിയപ്പോ ആ വിശ്വാസ വോട്ടെടുപ്പിൽ അതിനെതിരെ വോട്ട് ചെയ്ത 116 ആള് ഈ OBC-കാരായിരുന്നു. OBC-കാർക്ക് സംവരണം വേണ്ട എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത ആളുകൾ 116 പേരും പാർലമെന്റിൽ 116 ആളുകളും OBC-കാരായിരുന്നു എന്നതാണ്. നമുക്കിടയിൽ തന്നെ ഒരു കുറ്റബോധം സൃഷ്ടിക്കുകയാണ്. സംവരണീയരായ ആളുകൾ സംവരണം നേടിയെടുത്താൽ അത് മറ്റുള്ള ആളുകളുടെ ആനുകൂല്യം തട്ടിപ്പറിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നമ്മളതിൽ വീണ്ടുപോകുന്നു. ഒരിക്കലും ഇതൊരു നീതിയുടെ പ്രശ്നമാണ്, ഇതൊരിക്കലും ആനുകൂല്യമല്ല. സംവരണത്തിലൂടെ ഒക്കെ സീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് 2ാം നമ്പറാണ് എന്നുള്ള തോന്നല ഒരിക്കലുമില്ല. ഇത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. അങ്ങനെയുണ്ടെങ്കിൽ എല്ലാ ജനങ്ങൾക്കും തുല്യമായ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ അധികാരവും, നമ്മുടെ ജുഡീഷ്യൽ സംവിധാനവും, നമ്മുടെ പാർലമെന്ററി സംവിധാനവും ഇവിടെ തുല്യമായ പങ്കാളിത്തത്തോടുകൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവിടെ അർഹമായ അംഗീകാരങ്ങൾ നൽകൂ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 85 ശരീഅത്ത് വിവാദ കാലഘട്ടങ്ങളിൽ ശരീഅത്തിനെതിരെ ബില്ല് പാസാക്കപ്പെടുമോ എന്ന് ഭയന്ന ഘട്ടത്തിൽ പാർലമെന്റിനകത്തു നിന്ന് ശരീഅത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ ആളുണ്ടാവുകയും ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ അതിനു വേണ്ടി രംഗത്തിറങ്ങുകയും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും മത നേതൃത്വവും ഒക്കെ അതിനാവശ്യമായ പിന്തുണകൾ നൽകുകയും ചെയ്തതുകൊണ്ടാണ്, കൃത്യമായ വോയിസ് ദേശീയ രാഷ്ട്രീയത്തിൽ പറയാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കതിൽ വിജയം നേടാൻ കഴിഞ്ഞത്. ഓരോ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. നിലവിൽ നിങ്ങൾ നോക്ക്, 2014 മന്ത്രിസഭയിൽ പാർലമെന്റിൽ തന്നെ വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ നമുക്ക് സാമുദായികമായി പ്രാതിനിധ്യമുള്ളൂ. ഇതൊരു സമുദായ വർഗീകരണത്തിന് വേണ്ടിയല്ല, ഒരു വർഗീയതയ്ക്ക് വേണ്ടിയല്ല. രാജ്യത്തിന്റെ ഭരണഘടനാ സങ്കല്പങ്ങൾ നിലനിന്നു പോകണമെങ്കിൽ, നീതിയുക്തമായ രീതിയിൽ അധികാരം നടക്കണമെങ്കിൽ, രാജ്യത്ത് ജനാധിപത്യം എന്നത് വാക്കിലല്ലാതെ പ്രായോഗികമായി വിജയിക്കണമെങ്കിൽ ഈ സാമുദായികമായ സംവരണത്തിന്റെ നൈതികത ഇവിടെ നിലനിൽക്കണം എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. ഇങ്ങനെ ഓരോ മേഖലയിലും നമുക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിലോ സംവരണ മേഖലയിലോ മാത്രമല്ല, എല്ലാ മേഖലയിലും നമ്മുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവകാശങ്ങളെ പോരാടിയെടുക്കുവാൻ നമുക്ക് ശക്തിയുണ്ട്, അംഗബലമുണ്ട്. നമ്മളറിയാം, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 60% ആളുകൾ ഇന്ത്യ രാജ്യത്ത് നിലവിലെ ഭരണകൂടത്തിനെതിരാണ് വിധി എഴുതിയത്. ആ 60% ആളുകളുടെ സംഘത്തെ കൂടെ നിർത്തിയിട്ട് എല്ലാ
എല്ലാ ഒറ്റപ്പെടുന്ന ആളുകളും അരികുവൽക്കരിക്കപ്പെടുന്നവരെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു കാലം വന്നാൽ ഒരു ജുഡീഷ്യറിക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല. അതിന്റെ നല്ല ഉദാഹരണങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ കാല ചരിത്രത്തിലെ സമരങ്ങളൊക്കെ നമ്മളെ വിളിച്ചോതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ ജാഥാ നായകൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ